ജൂനിയർ മാൻഡ്രേക്ക് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തോടെ മലയാള സിനിമയിൽ ഫാന്റസി കോമഡി പരീക്ഷണങ്ങൾക്ക് പുതിയ ഭാഷ നൽകിയ സംവിധായകനാണ് രാമസിംഹൻ അബൂബക്കർ. 20ഓളം ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച AI മാൻഡ്രേക്ക് എന്ന ചിത്രവുമായാണ്. കൂടി ചേർത്ത് കുറച്ച് പാലൊഴിച്ച് ഉരുട്ടി കൊടുക്കണം. എങ്കിൽ ആനമുട്ടയുടെ വലുപ്പത്തിലുള്ള മുട്ട കിട്ടും. ആര്യൻ നെല്ലു വിളഞ്ഞേ, പത്തായം മുത്തം നിറഞ്ഞേ, മാടത്തെ തത്തക്കും ഇല്ലത്തെ മുത്തിക്കും ഉള്ളം നിറഞ്ഞു കാവിഞ്ഞേ, തത്തയോടൊത്തു കളിച്ചേ, മുത്ത് തിത്തയം പാടി തിമിർത്തേ. മലയാളത്തിൽ ഇത്തരമൊരു മുഴുനീള AI സിനിമ ആദ്യമായാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കേവലം സംവിധാനം മാത്രമല്ല, സിനിമയുടെ കഥ, തിരക്കഥ, ഗാനരചന, സംഗീതം, എഡിറ്റിംഗ് തുടങ്ങി നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അഭ്യസ്തവിദ്യരായ 4 ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു സന്യാസി കടന്നു വരുന്നതും തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കോമഡിക്കും ഫാന്റസിക്കും പ്രാധാന്യം നൽകുന്ന സിനിമയിൽ 3 ഗാനങ്ങളും ആകർഷകമായ സംഘട്ടന രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AI മാൻഡ്രേക്ക് എൻ്റെ ഒരു വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ പൂർത്തീകരണമാണ്. AI തുടക്കം മുതൽ ഈ സിനിമയുടെ പ്രവർത്തനം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ സിനിമ തുടങ്ങിയതിന് ശേഷം തന്നെ AI രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ കൂടി അഡ്വാൻസ് ചെയ്തു. അത് ഈ സിനിമയുടെ പ്രവർത്തനം തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത അപ്ഡേഷൻ വന്നു. വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത അപ്ഡേഷൻ വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന അവസ്ഥയല്ല ഈ സിനിമയുടെ അവസാനം വന്നപ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, സിനിമയെ സംബന്ധിച്ചോളം, ഈ AI സിനിമയെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്, നിലവിൽ AIക്ക് 2 കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ 3 കഥാപാത്രങ്ങളെ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എൻ്റെ സിനിമയിലാണെങ്കിൽ 10-12 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നു. അത് വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. കാരണം AI അനുവദിക്കുന്നില്ല. AI അനുവദിക്കുന്നത് 2 കഥാപാത്രങ്ങളെ, ഏറി വന്നാൽ 3 കഥാപാത്രങ്ങളെയൊക്കെ AI അനുവദിക്കുന്നു. അതിനപ്പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. പക്ഷെ ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തു. അതിനനുസരിച്ച് ചെയ്തു നോക്കി. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ സിനിമ, ഇത്തരത്തിലുള്ള ആദ്യത്തെ സിനിമ, ഇത്രയും അധികം ക്യാരക്ടേഴ്സ്, ഏകദേശം 100-ൽ പരം ക്യാരക്ടേഴ്സ് ഉണ്ട് AI മാൻഡ്രേക്കിൽ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു കാൽവെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ. ഏകദേശം 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വൈകാരിക നിമിഷങ്ങൾ കൂടി കോർത്തിണക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെയും സർഗാത്മകതയുടെയും ഈ സംഗമം മെയ് അവസാന വാരത്തോടെ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. മലയാള സിനിമയെ ആധുനിക സാങ്കേതിക യുഗത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാന ചുവടുവെപ്പായി ഈ ചിത്രം മാറുമെന്നാണ് സിനിമാ ലോകം വിലയിരുത്തുന്നത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18, വയനാട്.